പ്രേമലരെ, റഷ്യ ഉക്രൈൻ യുദ്ധം വെടിനിർത്തലിലേക്ക്, അതായത് അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ് എന്ന വാർത്തകൾ ശക്തമായി പ്രചരിക്കുന്നുണ്ട്. അതങ്ങനെ ഇപ്പോൾ ഏതാണ്ട് എത്രയെങ്കിലും വർഷമായൊരു യുദ്ധമാണ്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് അവസാനമായി നമുക്ക് അറിയാൻ കഴിയുന്ന ഡീറ്റെയിൽസ്? അങ്ങനെ ഒരു യുദ്ധം അവസാന ഘട്ടത്തിൽ ആയോ? ചേട്ടാ, ഇത് മനസ്സിലാക്കി വെക്കേണ്ടത്, ഇത് പുടിന്റെ ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ യുദ്ധം. പുടിൻ ആഗ്രഹിക്കുന്നത് പഴയ സോവിയറ്റ് യൂണിയന്റെ കൺസെപ്റ്റില് സോവിയറ്റ് യൂണിയനിൽ നിന്ന് വേർപിരിഞ്ഞു പോയ രാഷ്ട്രങ്ങളെല്ലാം വീണ്ടും റഷ്യയുടെ ഭാഗമാക്കി വെക്കണം. അങ്ങനെയാണ് 2014 ഉക്രൈന്റെ ഭാഗമായിരുന്ന ക്രിമിയ, ആ പറയുന്ന പ്രദേശം റഷ്യ കൈയടക്കി വെച്ചത്. അവിടെ സൈനികമായി ഇടപെട്ട് അത് പിടിച്ചടക്കിയത്. അപ്പൊ അന്നു മുതൽ തുടങ്ങിയതാണ് ഉക്രൈൻ റഷ്യ സംഘർഷം. അതിനുശേഷം 2022 ഫെബ്രുവരിയിലാണ് റഷ്യ പൂർണ്ണമായ സൈനിക അധിനിവേശം ഉക്രൈന് മേലെ നടത്തിയത്. അപ്പൊ അന്നു മുതൽ ഇന്ന് വരെ ഏതാണ്ട് 4 വർഷത്തോളം നീണ്ടു നിന്ന ആ യുദ്ധത്തിനാണ് അതിന്റെ പരിസമാപ്തിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളൊരു സൂചന വന്നത്. അപ്പൊ ഇതില് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് നിർണായക റോളുണ്ട്. അദ്ദേഹമാണ് ഒരു സമയബന്ധിതമായ ഒരു വെടിനിർത്തൽ കരാറിന് വ്യവസ്ഥ മുന്നോട്ട് വെച്ചത്. ഒരു 28 നിർദ്ദേശങ്ങളാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. അതിനെ കഴിഞ്ഞ 27-ാം തീയതിയായിരുന്നു സമയപരിധി നിശ്ചയിച്ചിരുന്നത്. അപ്പൊ ഇതിനോട് തുടർന്നാണ് ഈ സമാധാന പദ്ധതികളെ, അതിന്റെ ചർച്ചകൾ വലിയ രീതിയിൽ ചൂടുപിടിച്ചത്. പക്ഷേ ട്രംപിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാൻ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി തയ്യാറായിരുന്നില്ല. അപ്പൊ അതിൽ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികൾ പിന്നീട് യോഗം ചേർന്ന് അതിൽ ചില ഭേദഗതികൾ കൊണ്ടുവന്നു. ആ ഭേദഗതികളോടെ കൊണ്ടുവന്ന നിർദ്ദേശം അംഗീകരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ നിലപാട്. അതോടുകൂടി ഈ ചർച്ചകൾ വഴിമുട്ടിയ അവസ്ഥയിലാണ്. ഇപ്പൊ വീണ്ടും നമ്മുടെ അമേരിക്കൻ പ്രതിനിധികള് പുടിനുമായിട്ട് കണ്ടു. സ്റ്റീവ് വിറ്റ്കോഫ്, ഇപ്പൊ ചിത്രത്തിൽ കാണുന്ന സ്റ്റീവ് വിറ്റ്കോഫ് പുടിനുമായിട്ട് ചർച്ച നടത്താൻ ചെന്ന ആ ഒരു ദൃശ്യമാണ്. ഇപ്പൊ സ്റ്റീവ് വിറ്റ്കോഫും നമ്മുടെ ട്രംപിന്റെ മരുമകൻ ജെറാഡ് കുഷ്ണറും ഇവരടങ്ങുന്ന സംഘം പുടിനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ട് അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷെ പുടിൻ ഒരു അണുവിട വ്യത്യാസമില്ലാതെ കടുംപിടുത്തത്തിലായിരുന്നു. അപ്പൊ വീണ്ടും ഈ പ്രതിനിധി സംഘം അമേരിക്കയിലേക്ക് തിരിച്ചെത്തി. അവിടെ ഉക്രൈൻ പ്രതിനിധികളെ വിളിച്ചു വരുത്തി എന്താണ് പുടിന്റെ മനസ്സിലിരിപ്പ് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇപ്പൊ വീണ്ടും ഈ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ നമ്മുടെ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികൾ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചിരുന്നു. അപ്പൊ ഇത് പ്രകാരം ഇപ്പൊ സെലൻസ്കി ജർമ്മനിയിലാണുള്ളത്. അപ്പൊ ജർമ്മനിയിലെ അവിടുത്തെ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ്, അദ്ദേഹവുമായിട്ട് ഇപ്പോ സെലൻസ്കി കൂടിക്കാഴ്ച നടത്തി. അപ്പോ ഇത് പ്രകാരം എന്താണ് അവിടെ ചെയ്യാൻ സാധ്യതയുള്ളത് എന്നതിനെ കുറിച്ച് രണ്ടുപേരും പരസ്പരം ചർച്ച ചെയ്തു. അപ്പൊ ഇപ്പോ അമേരിക്ക നേരത്തെ ഉക്രൈന് പിന്തുണയായിട്ട് രംഗത്തുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഉക്രൈനെ പിന്തുണയ്ക്കുന്നത് നാറ്റോ സഖ്യരാജ്യത്തിലെ പ്രബലന്മാരായ ജർമ്മനി, ഫ്രാൻസ്, UK ഈ 3 രാജ്യങ്ങളാണ്. അതോടൊപ്പം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം തന്നെ അനുഭാവപൂർവ്വം ഉക്രൈന്റെ പക്ഷത്തുണ്ട്. അപ്പൊ ഇവിടെ ഉക്രൈൻ എടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ നിലപാട് ഇനി അടുത്ത ഘട്ട ചർച്ചകൾ നടക്കേണ്ടത് പുടിനുമായിട്ടാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് ഈ നാറ്റോ അംഗത്വം സംബന്ധിച്ചുള്ള നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ താൻ തയ്യാറാണ് എന്നുള്ളതാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്, ഞങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വം അത് നാറ്റോ ഗ്യാരണ്ടി തരണം. പക്ഷെ നാറ്റോ അംഗത്വം, ഔപചാരികമായ അംഗത്വം ഞങ്ങൾ തൽക്കാലം എടുക്കുന്നില്ല എന്നൊരു തീരുമാനം എടുക്കാം. അപ്പൊ ഇത് പുടിൻ എത്രത്തോളം സ്വീകാര്യമാകും എന്നുള്ളതാണ് അറിയേണ്ടത്. കാര്യം ഈ യുദ്ധം തുടങ്ങുന്നതിന്റെ മൂല കാരണം തന്നെ ഉക്രൈൻ നാറ്റോ അംഗത്വത്തിന് ശ്രമിക്കുന്നു, അത് തങ്ങളുടെ രാജ്യത്തിന് സുരക്ഷാ ഭീഷണിയാണ് എന്ന ന്യായം പറഞ്ഞാണ് റഷ്യ യുദ്ധം തുടങ്ങിയത് തന്നെ. അപ്പോ ആ ഒരു പ്രസക്തമായ ഒരു കാരണത്തിനുള്ള പരിഹാരം ഇപ്പോ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നിർദ്ദേശിക്കുകയാണ്. ഞങ്ങൾ ഇനി നാറ്റോ അംഗത്വം എടുക്കുന്നില്ല, പക്ഷേ ചില പ്രവിശ്യകൾ വിട്ടുകൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന ഉടമ്പടിയിലെ മറ്റൊരു വ്യവസ്ഥ. അത് ഇപ്പോഴും ഉക്രൈൻ പ്രസിഡന്റ് അംഗീകരിക്കുന്നില്ല. അപ്പൊ ഇനി ഈ കാര്യത്തിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. അതിലും കാലതാമസമില്ലാതെ അതിലും ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയേണ്ടത്. ഒരു പരിധിവരെ ഉക്രൈന് ഈ കാര്യത്തിൽ കടുംപിടുത്തം പിടിക്കാൻ ഒക്കില്ല എന്ന് തന്നെയാണ് വാസ്തവം. കാര്യം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ റഷ്യ അവിടെ കയ്യേറ്റം നടത്തിയ രാജ്യം തന്നെയാണ്. പക്ഷെ അവിടുത്തെ പ്രാദേശിക ഘടകങ്ങൾ അത് റഷ്യക്ക് അനുകൂലമാണ് എന്നുള്ളതാണ് വാസ്തവം. ഇപ്പൊ ഈ ക്രിമിയ എന്ന് പറയുന്ന പ്രദേശം റഷ്യ കൈയടക്കാനുള്ള കാരണം അവിടെ റഷ്യൻ അനുകൂലികൾ ധാരാളമായിട്ടുണ്ട്. അവിടുത്തെ പൊതുവികാരം റഷ്യക്ക് അനുകൂലമാണ്. അതുകൊണ്ടാണ് റഷ്യ അവിടെ കൈയടക്കിയത്. ഇപ്പോ റഷ്യൻ സൈന്യം മുന്നേറുന്ന ഉക്രൈന്റെ 5 പ്രവിശ്യകൾ, ഏതാണ്ട് ഉക്രൈന്റെ മൊത്തം ഭൂവിസ്തൃതിയിലെ 3/1 ഭാഗം ഇപ്പോ റഷ്യയുടെ നിയന്ത്രണത്തിലാണെന്നാണ് വാർത്തകൾ വരുന്നത്. അപ്പോ നിലവിൽ റഷ്യൻ സേന ആധിപത്യം പുലർത്തുന്ന മേഖലകളിൽ പോലും
അവിടുത്തെ ജനങ്ങൾ റഷ്യൻ അനുകൂലികളായിട്ടുള്ളവർ ധാരാളമായി ഉണ്ട് എന്നൊരു വസ്തുതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില പ്രവിശ്യകളെങ്കിലും ഉക്രൈന് വിട്ടുകൊടുക്കേണ്ടി വരും എന്നുള്ളത് വസ്തുതയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും എടുത്ത നിലപാട് അത് തന്നെയാണ്. കാര്യം ഉക്രൈൻ ആവശ്യപ്പെടുന്നത് 2014 മുമ്പ് ഞങ്ങളുടെ രാജ്യം എങ്ങനെയായിരുന്നോ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് സാധ്യമാകുമെന്നാണ് ഉക്രൈൻ എടുത്ത നിലപാട്. പക്ഷെ അത് പ്രായോഗികമല്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോ പോകും എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പൊ ഇവിടെ ഉക്രൈന് ഇപ്പോ റഷ്യ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിൽ പോലും ഉക്രൈനെ ഞങ്ങൾ കൈവിടില്ല, അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സെലൻസ്കി അവിടെ ജർമ്മനിയിൽ വന്നതോടനുബന്ധിച്ച് തന്നെ UK ഈ രഹസ്യാന്വേഷണ വിഭാഗം, അതായത് മിലിറ്ററി ഇന്റലിജൻസ് എന്നാണ് അതിന്റെ പേര്, മിലിറ്ററി ഇന്റലിജൻസ് 6, അതിന്റെ മേധാവി നമ്മുടെ സെലൻസ്കിക്ക് വേണ്ട പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവർ പറയുന്നത് എങ്ങനെയാണ്, ഉക്രൈനെ ഞങ്ങൾ ഒരു കാരണവശാലും കൈവിടില്ല, റഷ്യയുടെ അധിനിവേശ വിപുലീകരണ താല്പര്യങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കില്ല എന്നാണ് UK രഹസ്യാന്വേഷണ ഏജൻസി വിഭാഗം പറയുന്നത്. അതേപോലെ സമാനമായ നിലപാട് തന്നെയാണ് ഈ കാര്യത്തിൽ ഫ്രാൻസും ജർമ്മനിയും UK സംയുക്തമായി എടുത്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇപ്പോ ഫ്രാൻസിന്റെ ഇമ്മാനുവൽ മാക്രോണുമായിട്ടടക്കം ഈ നമ്മുടെ സെലൻസ്കി നിരന്തരമായ ആശയവിനിമയം നടത്തുന്നുണ്ട്. അതേപോലെ UK പ്രധാനമന്ത്രി സ്റ്റാർമറുമായിട്ടും സെലൻസ്കി നിരന്തരം ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതായാലും ഇക്കാര്യത്തിൽ സമീപകാലത്ത് തന്നെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 4 വർഷം നീണ്ടുനിന്ന ഉക്രൈൻ റഷ്യ സംഘർഷം അതിന് വൈകിട്ടാണെങ്കിലും അതിനൊരു പരിഹാരം സമീപകാലത്ത് തന്നെ എനിക്കൊരു സംശയം പ്രേമേ, ഇതിങ്ങനെ ഈ പരിസമാപ്തിയിൽ എത്തുന്നതിന്റെ പ്രധാന കാരണക്കാരൻ ട്രംപ് തന്നെയല്ലേ? അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെയല്ലേ ഇതിന് മുൻകൈ എടുത്ത് ഇറങ്ങിയതും ഇതുവരെ ഇപ്പൊ എത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു 70% ക്രെഡിറ്റും അദ്ദേഹത്തിനല്ലേ? ഇക്കാര്യത്തിൽ ട്രംപിനെ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാര്യം നേരത്തെ യുക്രൈൻ അനുകൂല നിലപാടാണ് അമേരിക്ക എടുത്തിരുന്നത്. പക്ഷേ പെടുന്നനെ ട്രംപ് കാലുമാറി. അത് ഉക്രൈനെ വല്ലാണ്ട് ഞെട്ടിച്ചു കളഞ്ഞു. ഉക്രൈന് വേണ്ട പിന്തുണ എല്ലാം നൽകിക്കൊണ്ടിരുന്ന രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്ക പറയുകയാണ്, കഴിഞ്ഞ 27-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സാമ്പത്തിക സൈനിക പിന്തുണയെല്ലാം ഞങ്ങൾ പിൻവലിക്കും. അങ്ങനെ ഒരു എന്താ പറയാ, നടുക്കടലിൽ കൊണ്ടുപോയി കൈയൊഴിയുന്ന അവസ്ഥയിലാക്കി കളഞ്ഞു ഉക്രൈനെ. അപ്പൊ ഇത് ഈ ട്രംപും പുടിനുമായി ഉണ്ടാക്കിയ വ്യക്തിപരമായ രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്ന ആക്ഷേപമുണ്ട്. കാര്യം എങ്ങനെയാണ് അമേരിക്ക റഷ്യൻ അനുകൂല നിലപാടിലേക്ക് പോയത്? ഇക്കാര്യത്തിൽ സെലൻസ്കി വലിയ ഞെട്ടലാണ് രേഖപ്പെടുത്തി. അദ്ദേഹം പരസ്യ പ്രസ്താവന പോലും നടത്തി. ഒന്നുകിൽ നമ്മുടെ വിശ്വസ്തനായ ഒരു പങ്കാളിയെ നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും, അതായത് അമേരിക്കയുമായിട്ടുള്ള സകല ബന്ധങ്ങളും നമുക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സ് നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. ഏതെങ്കിലും ഒന്നിൽ തീരുമാനം എടുക്കേണ്ട ദുർഘടമായ ഒരവസ്ഥയിലൂടെയാണ് രാജ്യം പോകുന്നത് എന്ന് പറഞ്ഞ ആളാണ് സെലൻസ്കി. പക്ഷെ ഇവിടെ ഒരു സമാധാന നടപടിയിലേക്ക് എത്താൻ ചില കടുത്ത നിലപാടുകൾ വേണ്ടി വരും എന്നുള്ള ഒരു വസ്തുത അടിവരയിടേണ്ടി വരികയാണ്. കാരണം ട്രംപ് പറഞ്ഞത് തന്നെയാണ് വാസ്തവം. കാര്യം ഉക്രൈന് അവർ പറഞ്ഞ അവരുടെ ആവശ്യങ്ങൾ അത് പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ രീതിയിലേക്ക് ഇപ്പോൾ ചർച്ചകൾ എത്തുന്നു. റഷ്യ ഉന്നയിച്ച പല ആവശ്യങ്ങളിലും അവർക്ക് അനുകൂലമായ ഒരു നിലപാടുകളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കാര്യം ഇപ്പൊ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകും എന്നുള്ളത് തന്നെയാണ് ഇവിടെ വസ്തുത. പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഉക്രൈനെ പോലെ ഒരു ചെറിയ രാഷ്ട്രത്തിന് അവരെ ആരൊക്കെ പിന്തുണച്ചാൽ പോലും, ഇപ്പൊ നാറ്റോ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ പോലും നേരിട്ട് അവർ ഇതുവരെ യുദ്ധത്തിൽ പങ്കെടുത്തില്ല. അപ്പൊ നേരിട്ട് അവർ നാറ്റോ പങ്കെടുത്തു, പക്ഷെ അതൊരു മറ്റൊരു ലോകമഹായുദ്ധത്തിലേക്കൊക്കെ വഴുതി പോകാനുള്ള ഒരു സാധ്യത. നാറ്റോയുടെ പിന്തുണയിൽ മറ്റൊരു രാഷ്ട്രീയം ഒളിഞ്ഞിരിക്കുകയല്ലേ? നാറ്റോയുടെ പിന്തുണ എന്ന് പറയുന്നതിൽ മറ്റൊരു രാഷ്ട്രീയം ഒളിഞ്ഞിരിക്കുകയല്ലേ? നാറ്റോ വെറുതെ അല്ലല്ലോ ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നത്, അത് അമേരിക്ക അവരെ റഷ്യയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കളിക്കുന്നതല്ലേ? അല്ല, ഇതിൽ നാറ്റോയിലെ അംഗരാജ്യം, നാറ്റോയിലെ സഖ്യരാഷ്ട്രം തന്നെയാണ് അമേരിക്ക. അവർ തമ്മിൽ ആ രീതിയിലൊരു കിടമത്സരം ഇല്ല വാസ്തവത്തിൽ. പക്ഷെ ചില രാജ്യങ്ങൾക്ക് നാറ്റോയിലുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ അംഗമായിട്ടുള്ള പല രാജ്യങ്ങൾക്കും, ഫ്രാൻസ് പോലത്തെ രാജ്യങ്ങൾ അല്ലേ, ഫ്രാൻസ് പോലത്തെ രാജ്യങ്ങൾ, ഫ്രാൻസ്, ജർമ്മനി, UK, ഈ 3 രാഷ്ട്രങ്ങൾ കൊണ്ട് ഇപ്പൊ അമേരിക്കക്കെതിരെ പല കാര്യങ്ങളിലും വ്യത്യസ്ത നിലപാടെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ പലസ്തീന്റെ കാര്യത്തിൽ അവിടെ ഇസ്രയേല് വലിയ ആക്രമണം നടത്തിയപ്പോൾ പലസ്തീനെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായിട്ട് അംഗീകരിക്കും, അങ്ങനെ ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി യോജിച്ച നിലപാടെടുത്ത രാഷ്ട്രമാണ് ഈ 3 പേരും. അപ്പൊ അത് ട്രംപിന്റെ താല്പര്യങ്ങൾ
അപ്പൊ അതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോ ഇവിടെ ട്രംപ് സെലൻസ്കിയെ ഒറ്റപ്പെടുത്തുന്ന നിലപാടെടുക്കുമ്പോൾ ഈ മൂന്ന് രാഷ്ട്രങ്ങളും സെലൻസ്കിക്ക് സപ്പോർട്ടുമായിട്ട് വരുന്നത്. അപ്പൊ ഇവര് തമ്മിൽ വലിയൊരു ഭിന്നതയുണ്ട് എന്ന് വെച്ചാൽ കാര്യങ്ങൾ പോയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും എന്തായാലും ശരി, വിളിച്ചിട്ടാണോ അല്ലെങ്കിൽ ഇവർ ാണോ ആ യുദ്ധം എത്രയും പെട്ടെന്ന് തീരട്ടെ. കാരണം ഇതിനോടകം തന്നെ നിരവധി പേർ ഒരുപാട് സിവിലിയൻസ് മരണപ്പെടുകയുണ്ടായിരുന്നു. തന്നെ വേണം. അതെ അതെ.